ഹായ് ഡിയേഴ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡിസൈൻ, അതായത് നിങ്ങൾ തമ്പനയിൽ കണ്ടല്ലോ, ആ ഒരു ഡിസൈൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കുറച്ച് പേർക്കെങ്കിലും സംശയം ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്തെടുക്കാൻ പോണതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതും നോർമൽ നീഡിലുകൊണ്ട് ഹാൻഡ് എംബ്രോയ്ഡറി. ഇപ്പോൾ നമ്മളിതൊരു വി നെക്കിലാണ് ചെയ്തെടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് നമ്മൾ വി നെക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനുള്ളിൽ ഡിസൈൻ വരച്ച് കൊടുക്കാൻ പോവുകയാണ്. വളരെ ഫ്രീ ഹാൻഡായിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റുന്ന ഒരു ഡിസൈനാണിത്. ഇപ്പം ഞാൻ വരയ്ക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. ഇതേ രീതിയിൽ വരച്ച് കൊടുത്താൽ മതി. എപ്പോഴും നമുക്ക് ഈ ഒരു ഡിസൈനിൽ ഈ ഒരു പാറ്റേൺ ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച് ചെയ്യേണ്ടത്. എന്നിട്ട് ആ പാറ്റേൺ അനുസരിച്ച് നമ്മൾ വർക്ക് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഈ ഒരു പാറ്റേൺ എങ്ങനെയാണ് വരുന്നതെന്നായിരിക്കും കൂടുതൽ പേർക്കും സംശയം അല്ലേ. അപ്പോൾ ഇതേപോലെ നമ്മൾ ഫ്രീ ഹാൻഡായിട്ട് ഈ രീതിയിൽ വരച്ചു കൊടുത്താൽ മതി. ഞാൻ കാണിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ ഇതേ രീതിയിൽ വരച്ചു കൊടുക്കുക. നമ്മൾ ഇതിനൊക്കെ മാർക്ക് ചെയ്യാനായിട്ട് എടുക്കുമ്പോൾ ഇതുപോലെ ഗ്ലാസ് പെൻസിലൊക്കെ തന്നെ എടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും. കാരണം വളരെ ലൈറ്റായിട്ടാണ് നമ്മൾ വരച്ചെടുക്കുന്നത്. ചോക്ക് കൊണ്ടൊക്കെ വരച്ച് കഴിഞ്ഞാൽ ആ ഒരു ലൈൻ ഇങ്ങനെ വലുതായിട്ടൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലെ ചോക്ക് കൊണ്ട് ഗ്ലാസ് പെൻസിൽ കൊണ്ട് വരച്ചെടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഇത് കംപ്ലീറ്റ് ആയിട്ടും ബീഡ്സ് വർക്കാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ലൈൻ ഒന്നും കാണത്തില്ല. ഇതേപോലെ നമ്മളിപ്പോൾ ഒരു വൈറ്റ് കളർ ബീഡ്സ് കൊണ്ടാണ് ചെയ്യണത്. അപ്പോൾ ഈ ഒരു വൈറ്റ് ഗ്ലാസ് മെറ്റീരിയൽ കൊണ്ട് വരയ്ക്കുമ്പോൾ അത് നമ്മൾ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ അങ്ങ് മാഞ്ഞോളൂ കേട്ടോ. അതായത് അപ്പുറത്ത് അറിയത്തില്ലാത്ത രീതിയിലായിക്കോളും. അപ്പോൾ ഇതേപോലെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഒരു വി നെക്ക് കംപ്ലീറ്റ് ആയിട്ടും പാറ്റേൺ വരച്ചെടുക്കുക. നിങ്ങൾ വി നെക്കിൻ്റെ അല്ല വേറെ ഏത് നെക്കിലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിലും ഇതേ രീതിയിൽ കംപ്ലീറ്റ് ആയിട്ട് വരച്ചെടുത്താൽ മതി. ഇനിയിപ്പോൾ നമ്മൾ ഷുഗർ ബീഡ്സാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു ഇതുപോലൊരു വൈറ്റ് കളർ, അതായത് നമ്മൾ പ്യുവർ വൈറ്റ് അല്ല, ഒരു ലൈറ്റ് ആയിട്ടുള്ള ഇതേപോലത്തെ ഒരു ഷെയ്ഡാണ് എടുത്തേക്കുന്നത്. അതുപോലെ നമ്മൾ ഷുഗർ ബീഡ്സ് ആയതുകൊണ്ട് നോർമൽ നീഡിൽ നമ്പർ 12 ആണ് എടുത്തേക്കുന്നത്. നിങ്ങൾ ഏറ്റവും ചെറിയ നീഡിൽ തന്നെ എടുക്കാനായിട്ട് ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഇനി എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യണതെന്ന് നമുക്ക് നോക്കാം. ഞാനിപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ നോർമൽ നീഡിൽ കൊണ്ട് ഹാൻഡ് എംബ്രോയ്ഡറി ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു വർക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് ഏറെ സമയം വേണ്ടി വരുന്നൊരു വർക്കായിരിക്കും. കാരണം നമ്മൾ ഷുഗർ ബീഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ നമ്മൾ കൈ കൊണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ കുറച്ച് ഏറെ ഡിസൈൻ ഉണ്ടല്ലോ. അപ്പം ഈ ഒരു ഡിസൈൻ ചെയ്യുമ്പം നിങ്ങൾ 3 അല്ലെങ്കിൽ 2, ഇനി ഒരു ബീഡ് വെച്ച് കൊടുക്കാനുള്ള ഭാഗത്താണെങ്കിൽ ഒരു ബീഡ് വെച്ച് കൊടുക്കുക. ആ ഒരു രീതിയിൽ വേണം ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. നമുക്ക് ബീഡിൻ്റെ എണ്ണം ഒന്നിച്ച് പറയാൻ പറ്റത്തില്ല. കാരണം ഇപ്പോൾ നമ്മൾ 3 ബീഡാണ് സ്റ്റിച്ച് ചെയ്തത്. കാരണം ആ ഒരു ലൈനിൻ്റെ ലെങ്ത് നോക്കിയിട്ട് വേണം നിങ്ങൾ ബീഡ്സിൻ്റെ എണ്ണം എടുക്കാനായിട്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇപ്പുറത്തേക്കും ഇതേ രീതിയിൽ 3 ബീഡ് വെച്ച് കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മളിതിൻ്റെ സെൻറ്ററിൽ ഒരു ഗ്യാപ്പ് വന്നില്ലേ, അവിടെ നമ്മളൊരു സിംഗിൾ ബീഡ് മാത്രം വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ആ ഒരു രീതിയിലാണ് നിങ്ങളിത് ചെയ്തെടുക്കാനുള്ളത് വേണ്ടത് കേട്ടോ. കാരണം നമുക്ക് ആ ഒരു വളവൊക്കെ എക്സാക്റ്റ് ആയിട്ട് കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കണേ. ഇനി നിങ്ങൾക്ക് ഓരോ ബീഡ് വെച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ ഏറ്റവും നന്നായിരിക്കും. പക്ഷേ ഷുഗർ ബീഡ്സ് കൊണ്ട് ഈ ഒരു വർക്ക് ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ടും ഓരോ ബീഡ് വെച്ച് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരുപാട് സമയം വേണ്ടി വരും. അപ്പോൾ ഇതേ രീതിയിലാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല കുഴപ്പമില്ലാണ്ട് ഒത്തിരി സമയം എടുക്കാണ്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലായെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതായത് നമ്മളൊരു കൊടുത്തേക്കുന്ന ആ ഒരു ലൈൻസിൻ്റെ ലെങ്തിനനുസരിച്ചിട്ട്, അതായത് ഏകദേശം നേരെ വരുന്ന ആ ഒരു ലെങ്തിനനുസരിച്ചിട്ട് ബീഡ് വെച്ച് കൊടുക്കുക. അപ്പോൾ 2 ബീഡ് വെച്ച് കൊടുക്കാനുള്ള ഗ്യാപ്പേ ഉള്ളെങ്കിൽ 2 ബീഡ് മാത്രം വെച്ച് കൊടുക്കുക. ഇനി ഒരു ബീഡ് വെച്ച് കൊടുക്കാനുള്ള ഗ്യാപ്പേ ഉള്ളെങ്കിൽ ഒരു ബീഡ് വെച്ച് മാത്രം കൊടുക്കുക കേട്ടോ. അതിന് ശേഷം ഇതേപോലെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും എങ്ങനെയാണോ ആ ഒരു ലൈൻ വരച്ച് കൊടുത്തേക്കണേ അതേ രീതിയിൽ ആ ഒരു ലൈനിൻ്റെ മേളിൽ കൂടെ തന്നെ ഇതൊന്ന് വരച്ച് ഫോളോ ചെയ്താൽ, അതായത് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതിയാവും. നമ്മൾ ആ ഒരു ഡിസൈൻ കാണുമ്പോൾ ഓർക്കും ഇത് ഭയങ്കര പാടായിരിക്കും ചെയ്യാൻ, എങ്ങനെ ചെയ്തെടുക്കും, ആരി വർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെയുള്ള ഒരുപാട് സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് ഇങ്ങനെ ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്ത് കാണിക്കുന്നത്. നല്ലൊരു ഡിസൈനാണ്, നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഔട്ട്ലുക്ക് കാണാനായിട്ട്. ഞാൻ മുമ്പും ഇതേപോലെ ഒരു ചെറിയൊരു ഡിസൈൻ കാണിച്ചിട്ടുണ്ടായിരുന്നു, വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം. അപ്പോൾ അതേ രീതി തന്നെയാണ് നമ്മളിവിടെ ഫോളോ ചെയ്തേക്കുന്നത്. ഇതേപോലെ ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞ രീതിക്ക് തന്നെ 3, 2, 1 എന്നുള്ള രീതിക്ക് അനുസരിച്ച് ബീഡ് വെച്ച് കൊടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. വേറെ അഡീഷണൽ ആയിട്ട് ഇതിനകത്ത് ഒന്നും ചെയ്യാനില്ല, ഒന്നും ശ്രദ്ധിക്കാനില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് നമുക്ക് ഈ ഒരു ഔട്ട്ലുക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഈ ഒരു വർക്ക് കേട്ടോ. നമ്മൾ വരയ്ക്കുന്ന പാറ്റേൺ പെർഫെക്റ്റ് ആയിരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം. അപ്പോൾ അത് ഞാൻ ഈ വരച്ച പോലെ തന്നെ ഫ്രീ ഹാൻഡായിട്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് മനസ്സിലായില്ലേ എങ്ങനെയാണ് വരയ്ക്കണതെന്ന്? നിങ്ങൾക്ക് ആർക്കെങ്കിലും, നമ്മുടെ വീഡിയോസ് കാണുന്ന ആർക്കെങ്കിലും ഇപ്പം ഒരുപാട് പേര് എന്നോട് പറയാനുണ്ട്, ചേച്ചി പാറ്റേൺ വരയ്ക്കാൻ അറിയില്ല. അപ്പോൾ അങ്ങനെയുള്ളവരോട് ഞാൻ പറയാറുള്ള കാര്യമാണ് പാറ്റേൺ പ്രിൻ്റ് എടുത്തിട്ട് സ്കെച്ച് ചെയ്യുക എന്നുള്ളത്. ഇനി നിങ്ങൾക്ക് ആ ഒരു എക്സാക്റ്റ് പാറ്റേൺ ഒന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും പാറ്റേൺ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ
അതായത് വരച്ച് കാണിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എങ്ങനെയാണ് വരയ്ക്കണത്, അല്ലെങ്കിൽ നിങ്ങൾക്കത് സ്കെച്ച് ചെയ്യാൻ പാകത്തിൽ വരച്ച് കയ്യിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ, അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻസ് ആയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചോ ചോദിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും ഞാൻ ചെയ്ത് കാണിക്കാം. ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട് എല്ലാ ഡിസൈൻസും തന്നെ ഞാൻ ഫ്രീ ഹാൻഡ് ആയിട്ടാണ് വരയ്ക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് വരയ്ക്കുന്നതെന്നും അതുപോലെ തന്നെ അതെങ്ങനെയാണ് നിങ്ങൾക്ക് ചെയ്ത് നിങ്ങളുടെ കയ്യിലേക്ക് എത്തിക്കേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് തന്നെ നമുക്ക് ചെയ്ത് തരാം. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കമൻസ് ആയിട്ട് അറിയിക്കുക. നമ്മൾ തീർച്ചയായിട്ടും പാറ്റേൺസ് വരച്ച് തരുന്നതായിരിക്കും കേട്ടോ. അതാകുമ്പോൾ നിങ്ങൾക്ക് അതൊന്ന് പ്രിൻ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്കെച്ച് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും അത് ചോദിക്കാൻ മടി കാണിക്കരുത്. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻസ് ആയിട്ട് ചോദിക്കണേ. ഞാൻ എല്ലാ വീഡിയോസിലും തന്നെ അതായത് ഹെവി ആയിട്ട് വരുന്ന പാറ്റേണൊക്കെ ആണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടും ഉൾപ്പെടുത്താത്തത്, അതായത് എക്സാക്റ്റ് മെഷർമെൻ്റ് ഒന്നും എടുത്ത് കാണിക്കാത്തത് ഒന്നാമത്തെ കാര്യം നമ്മൾ ഫെയർ ആയിട്ട് കംപ്ലീറ്റും ചെയ്യുന്നില്ല. രണ്ടാമത്തെ കാര്യം, നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും ഈ ഒരു ഡിസൈനൊക്കെ വരച്ച് ചെയ്യുമ്പോൾ ഒരുപാട് സമയം, അതായത് ഒരുപാട് ലെങ്തായി പോകും വീഡിയോയ്ക്ക്. നിങ്ങൾക്ക് തന്നെ അതൊരു ബുദ്ധിമുട്ടായിരിക്കുമല്ലോ എന്ന് കരുതിയിട്ടാണ് നമ്മളത് ചെയ്യാത്തത്. ഇനി ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക, നമ്മളത് കാണിച്ചു തരുന്നത് തന്നെയായിരിക്കും കേട്ടോ. പിന്നെ എന്നോട് ഡീറ്റെയിൽഡായിട്ട്, അതായത് ബിഗിനേഴ്സിന് വീഡിയോ ഇതെങ്ങനെ ചെയ്യണമെന്ന് ഒരു ഐഡിയ ഇല്ലാത്ത ആൾക്കാരുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക്, അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ബേസിക്കായിട്ടൊരു വീഡിയോ ചെയ്യണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടിരുന്നു. നമ്മളത് ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പം അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ, എനിക്ക് കുറച്ച് അത്യാവശ്യമുള്ള മെറ്റീരിയൽസൊക്കെ എന്തൊക്കെയാണ് വേണ്ടതെന്ന് കളക്ട് ചെയ്തിട്ട് ഞാൻ തീർച്ചയായിട്ടും ആ വീഡിയോ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും ചെയ്തെടുക്കാം. നിങ്ങൾക്കിപ്പോൾ സംഭവം എങ്ങനെയാണ് ചെയ്യണമെന്ന് മനസ്സിലായില്ലേ? നമുക്ക് തന്നെ ഇത് ഹാൻഡ് എംബ്രോയിഡറി ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡിസൈനാണ്. ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, അതുപോലെ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത്. നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും, യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ, താങ്ക് യു.